ഉള്ളൂ. പക്ഷെ നമുക്ക് 14 കിലോമീറ്റർ, പക്ഷെ 14 മിനിറ്റാണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് ഈ മെട്രോയുടെ താഴെ കൂടെ ഉള്ള വഴിയാ. ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല രസമാണ് പുറത്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. നല്ല തണുപ്പ്, ചൂടൊട്ടും ഇല്ല. നമ്മൾ ആ കാറ് പാർക്ക് ചെയ്താണെങ്കിൽ കുറെ മരങ്ങളൊക്കെ ഉള്ളതിൻ്റെ അടിയിൽ അവിടോട്ട് ചെന്ന് കയറുമ്പോഴത്തേന് AC കയറിയതിൻ്റെ വീട്ടുണ്ട്. പക്ഷെ ആ ക്ലൈമറ്റ് നല്ലതായതുകൊണ്ട് ഇനി അങ്ങോട്ട് നമുക്ക് സുഖമാണ്. മറ്റേ നമ്മളാ തമിഴ്നാട്ടിലൊക്കെ പോയപ്പോഴത്തേന് നമ്മൾ വേർത്തായിരുന്നു ശരിക്കും. ക്ഷീണിക്ക്, ഇതാകുമ്പം ക്ഷീണം വരത്തില്ല. സുഖത്തെ നമുക്ക് നടന്ന് കാണാനൊക്കെ പറ്റും. എന്നാലും പട്ടടക്കൽ പോയപ്പോഴും അങ്ങനല്ല, നല്ല രസമായിരുന്നു. ടെമ്പറേച്ചർ പറഞ്ഞതാണ്. ഇവിടെ കണ്ടു ഈ മരത്തിന്റെ അടിയിൽ ചെറിയൊരു അമ്പലത്തിന്റെ എന്തോ ആണെന്നാ തോന്നുന്നു. അതുപോലത്തെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. വെയിലടിക്കുന്നതുകൊണ്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല. കണ്ട അമ്പലത്തിന്റെ എന്തോ ഓം എന്നൊക്കെയാ, ജനലിന്റെ ചെറിയൊരു ജനലിന്റെ അവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. എന്തോ അമ്പലത്തിന്റെ ആന്ന് തോന്നുന്നത്. നമ്മളിപ്പോ ശനിവാർവാതയിലേക്ക് പൊക്കോണ്ടിരിക്കുക. ഇതില് ഈ ചെറിയ റോഡിലൂടെ കാണിക്കുന്നത്. എത്ര സമയം കാണിക്കുന്നത്? 4 മിനിറ്റ് കാണിക്കുന്നത്. കുഞ്ഞു റോഡാ ഇതില്. ശനിവാർവാതയുടെ ഫ്രണ്ടിലെത്തി കേട്ടോ. പക്ഷെ ഭയങ്കര തിരക്ക്, അങ്ങോട്ട് അടുക്കാൻ പറ്റാത്ത തിരക്കാ കേട്ടോ. പാർക്കിങ്ങും ഇല്ല. അപ്പൊ നമ്മള് ഒട്ടും പാർക്കിംഗ് ഇല്ല. ഇവിടെ വണ്ടി പോലും അനങ്ങാത്ത തിരക്കും, 2 സൈഡിലും ആൾക്കാരും, വണ്ടി ഇടാനും സ്ഥലമില്ല. ആ ഗേറ്റിന്റെ അകത്തേക്ക് കേറാൻ പോലും നമുക്ക് സ്ഥലമില്ല. ഫുള്ള് നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്ക് പോകാന്ന് ഓർത്ത് നമ്മളപ്പം ഇവിടെ കേറുന്നില്ല എന്ന് വെച്ച് നമ്മളെന്നാ തിരിച്ചു പോകാന്ന് ഓർത്ത് അങ്ങോട്ട്. കാരണം ഇനിയിപ്പോ ഇവിടെ പാർക്കിംഗ്, ഇപ്പൊ നമ്മൾ അതിന്റെ മെയിൻ ഗേറ്റിൽ നിന്ന് തിരിച്ചു വന്ന് വേറൊരു വഴി കൂടി. അപ്പൊ ഇവിടെയും അത്രക്ക് തിരക്കാ. ഇനി നമ്മളപ്പം ഇങ്ങനെ നിന്ന് നമ്മള് സമയവും പോവും. മാത്രല്ല വണ്ടി പോലും ഇടാൻ സ്ഥലമില്ലാത്തോണ്ട് ഭയങ്കര തിരക്ക്. കണ്ട കാണാൻ പറ്റും. ഫുള്ള് വണ്ടികളും സൈഡിൽ കൂടെ ആൾക്കാർ പോകുന്നു. ഇതൊക്കെ അങ്ങോട്ടേക്ക് പോകുന്ന ആൾക്കാരാ ഈ ഗേറ്റിൽ കൂടെ ഒക്കെ. അപ്പൊ നമ്മളെന്നാ കേറാതെ പോകാന്ന് ഓർത്തു. ഇത് കണ്ടോ സൈഡില് ഫുട്പാത്തിൽ കൂടെ ഒക്കെ ആട്ടെ ഇവര് ബൈക്കും. കുറച്ചു മുന്നേ ഒരു ഓട്ടോറിക്ഷയൊക്കെ ഈ ഫുട്പാത്തിൽ കൂടെ കയറി വന്നായിരുന്നേ. അത് ഇങ്ങോട്ടൊക്കെ അതെ എല്ലാ വണ്ടിയും അങ്ങോട്ട് കയറി പോവാ. 2 വീലർ ഓട്ടോ ഇതിലെ ഇറങ്ങിയിട്ട് ഓട്ടോ ഇതുവഴി അങ്ങോട്ട് ഫുട്പാത്തിലൂടെ കയറിപ്പോയി. എല്ലാരും അങ്ങനെയാ പോകുന്നത്. ഇവിടെ ആണെങ്കിൽ നോക്കാൻ പോലീസോ അങ്ങനെ ഒന്നും ഇല്ല. പോലീസ് ഉണ്ടെങ്കിൽ തന്നെ ഇതൊന്നും മൈൻഡ് പോലും ചെയ്യത്തില്ല. ഇതിവിടെ പതിവാന്ന് തോന്നുന്നു. നമ്മുടെയൊക്കെ എവിടെയാണെങ്കിൽ എപ്പൊ കൊച്ചിനെയൊക്കെ നടുക്ക് നിർത്തിക്കൊണ്ടൊക്കെയാ പോണ ബൈക്ക്. എല്ലാരും ഇതിലെയാ കയറി പോകുന്നത്. ഇത് കണ്ടോ, ഇത് സിഗരറ്റും പാൻപരാഗും മാത്രം വിൽക്കുന്ന ഒരു കട ഇല്ലേ ആണെന്ന് തോന്നുന്നു. അങ്ങനെ കൊറേ സംഭവം നമ്മളപ്പോ എക്സ്പ്രസ് വേയിൽ കേറി കേട്ടോ. ഇവിടെ ഇനിയിപ്പോ നമുക്ക് ഇങ്ങനെ അങ്ങ് പോകാം. ഇതില് ശരിക്കും ബൈക്ക് കേറല്ല. പക്ഷെ അവിടെ ബൈക്ക് കയറ്റാമെന്നവരവിടെ പോലീസ് പിടിക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഇതിന്റെ അപ്പുറത്തെ റൈറ്റ് സൈഡിൽ കൂടെ പോകുന്നൊന്നും കാണത്തില്ല. ഫുള്ള് വലിയ ചെടികളൊക്കെ വെച്ച്. ഇവിടെ എനിക്കൊന്ന് കാറിന് 100 എന്തോ ആണെന്ന് തോന്നുന്നു വേഗപരിധി. കറക്റ്റ് അറിയില്ല. കണ്ട് ഇവിടെ ദൂരെ മലയൊക്കെ കാണാൻ കേട്ടോ. നല്ല കാഴ്ച, അതായത് ഇങ്ങനെ മലകളൊക്കെ കണ്ടുപോകാൻ പറ്റിയൊരു റോഡായിട്ട്. ബിൽഡിങ്ങും ഉണ്ട്, മലകളും ഉണ്ട്. മലയുടെ താഴ്വാരത്തിൽ ഇങ്ങനെ ഫ്ലാറ്റ് ആണെന്ന് തോന്നുന്നു. അങ്ങനത്തെ ഫ്ലാറ്റുകള് അങ്ങനത്തേക്ക് ഒരു റോഡാ. അങ്ങോട്ട് ദൂരെ നമുക്ക് മലകൾ കാണാം. സൈഡിലൊക്കെ മലകൾ കാണാം. അങ്ങോട്ടും ഇങ്ങോട്ടും 2 സൈഡും മലകളാ. ഇങ്ങനത്തെ ഒരു റോഡ്. ഇവിടെ ഒരു ടണലുണ്ട്. അപ്പം ഇനി വണ്ടി ടണലിലേക്ക് കയറാൻ പോവുക. കണ്ട എല്ലാ
ഫ്ലെക്സുകളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. മലയുടെ സൈഡിൽ വലിയ ഫ്ലെക്സുകളൊക്കെ വെച്ചിരിക്കുക. എന്തോ കാംഷെഡ് ടണൽ, ചെറിയൊരു അതാ ടണലിന്റെ പേര്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഇങ്ങനത്തെ ഒരു ടണലിൽ കയറിയില്ലേ? നീളമുള്ള അത് അത്യാവശ്യം ഇതിനേക്കാളും കുറച്ചുകൂടെ നീളേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഇതുപോലെ നമ്മള് കേറുമ്പോ തന്നെ നമുക്ക് ഇറങ്ങുന്ന ഭാഗം കാണാൻ പറ്റും. കണ്ട ഇവിടെ ടണൽ ഇറങ്ങി കഴിഞ്ഞ് ഫുൾ ഇങ്ങനെ മലകളാ. വീണ്ടും ടണലുണ്ടോ? വീണ്ടും ഒരു ടണലുണ്ട് കേട്ടോ ഇതിന്റെ അപ്പുറത്ത്. അവിടെ എഴുതിയിട്ടുണ്ട് ടണൽ ഹെഡ് 1 കിലോമീറ്റർ. ഇതേ കണ്ട അവിടെ ഇത് കുറച്ച് വലിയ ടണലാ. നമ്മൾക്ക് കേറിക്കുമ്പോ നമ്മൾ എൻഡ് കാണാൻ പറ്റുന്നില്ല. കണ്ട ഭയങ്കര ഇരുട്ടാ ഉള്ളിലേക്ക്. ഇത് എത്ര ഡിസ്റ്റൻസ് ഈ ടണലിന് എത്ര ഉണ്ടെന്ന് അറിയത്തില്ല. കുറച്ച് ദൂരം ഉണ്ട്. കാരണം ഇപ്പോഴും നമുക്ക് ടണലിന്റെ എൻഡ് കാണാൻ പറ്റുന്നില്ല. നല്ല അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ ഹെഡ്ലൈറ്റ്സ് ഓൺ എന്നൊക്കെ. കാരണം നല്ല ഇരുട്ടായി, ഭയങ്കര ഇരുട്ടായി ഇതിന്റെ അകത്ത്. ഒരു തണുപ്പും ഉണ്ട് ഇതിന്റെ അകത്ത് കയറിയപ്പോ. തണുപ്പിച്ചിരി, കാരണം വെയിലടിക്കുന്നില്ലല്ലോ നമ്മള്, അതുകൊണ്ടൊരു തണുപ്പ് പോലെ ഉണ്ട്. ഞാൻ കണ്ണാടിയൊക്കെ വെച്ച് ഇതിന്റെ അകത്തോട്ട് കയറി കേട്ടോ. കയറി കഴിഞ്ഞപ്പോ ഒന്നും കാണുന്നില്ല. അങ്ങനെ ടണൽ ഇറങ്ങി. ഈ ടണൽ നല്ല വലിയ ടണലായിരുന്നു. ഇവിടെ കണ്ടോ രണ്ട് സൈഡും മലയാ. നടുക്കൂടെ റോഡ്. ഇപ്പൊ മല വന്നപ്പോ ഒരു വെയിലിനൊരു ആശ്വാസം. വീണ്ടും ഇങ്ങനെ തിരിഞ്ഞപ്പോ വീണ്ടും വെയിൽ. എനിക്ക് തോന്നുന്നു ഇവിടെ മഴയാകുമ്പോ ഭയങ്കര രസമാണ് തോന്നിയില്ലോണാവില്ല. നമ്മളാണെങ്കിൽ ഉച്ചക്കൊന്നും കഴിച്ചില്ലായിരുന്നു. അപ്പൊ നമ്മള് വാങ്ങി, അതായത് മിസൽ പാവും വാങ്ങി, പിന്നെ ദോശയും വാങ്ങി. അപ്പം നമ്മളോർത്ത് എവിടെയെങ്കിലും സൈഡിൽ നിർത്തി കഴിക്കാന്ന് ഓർത്ത. പിന്നെയാണ് നമ്മളിപ്പോ ഈ ഹൈവേയിലേക്ക് കയറി. ഹൈവേയിലാണെങ്കിൽ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനോ ഒന്നും പറ്റത്തില്ലല്ലോ. അപ്പം പാർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ അവിടെ നോ പാർക്കിംഗ് ബോർഡ് ഉള്ളതുകൊണ്ട് നമ്മൾ പിന്നെ നിർത്തിയില്ല. നമ്മളതുകൊണ്ട് നിർത്തിയില്ല. അപ്പൊ ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കഴിക്കാന്ന് ഓർത്തു. ഇനിയിപ്പോ കുറച്ച് സമയമേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മള് മിസൽപ്പാവൊക്കെ മേടിച്ചിട്ട് കഴിച്ചോണ്ടിരിക്കുമ്പോ പോലീസുകാര് വന്നാ പിന്നെ കഴിക്കാനും ഉള്ള ടേസ്റ്റും പോകും, ഫൈനും കിട്ടും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവിടെ ചെന്നിട്ട് കഴിക്കാന്ന് ഓർത്തു. ഇനിയിപ്പോ ഞങ്ങള് ഒരു 4 മിനിറ്റില് എക്സിറ്റ് എടുക്കും ഇവിടെ നിന്ന്. എന്നിട്ട് പിന്നെ കഴിച്ചിട്ട് അങ്ങോട്ട് കാണാനൊക്കെ കേറാന്ന് ഓർത്തു. നമ്മുടെ എക്സിറ്റ് ആയി, ഹൈവേന്ന് എക്സിറ്റ് ആയി. ലോണാവല അതുപോലെ ഖന്തല ഇങ്ങോട്ട് സ്ട്രെയിറ്റ് പോകുന്ന മുംബൈ റോഡാ. നമ്മളപ്പോ ഈ റോഡിൽ കൂടെയാണ്. മുംബൈ ഇവിടുന്ന് അടുത്താട്ടോ, 80 കിലോമീറ്റർ എന്താ ഉള്ളു ഇനിയിപ്പോ മുംബൈയിലേക്ക്. നമ്മളപ്പോ എക്സിറ്റ് എടുത്ത് ഇങ്ങോട്ട് കേറി. നമ്മളെ ഈ മിസൽപ്പാവ് അപ്പം പൊട്ടിക്കാൻ പോവാണേ. ഓ ഇതിൻ്റെ ഇതിൻ്റെ അകത്ത് പാവ് ഞാൻ പറഞ്ഞിരുന്നത് ഇതൊരു ഓക്കെ ഇത്രയുണ്ടോ, 2 എണ്ണം അതിൻ്റെ കൂടെ വരുമെന്ന് തോന്നുന്നു. പിന്നെ ബാക്കി എക്സ്ട്രാ നമ്മൾ പറഞ്ഞു. പിന്നെ ഇന്നലെ കിട്ടിയ പോലെ അതിൻ്റെ സംഭവങ്ങളൊക്കെ ആട്ടോ. എനിക്ക് അറിയത്തില്ല ഇത് കറക്റ്റ് പറയാൻ എന്തൊക്കെയാണെന്നുള്ളത്. അത് അപ്പുറത്ത് ഒരെണ്ണം ചീസാ. ഇതെന്താണെന്ന് പൊട്ടിച്ച് നോക്കണം കേട്ടോ. ഇത് മറ്റേ ഉള്ളി ഒക്കെ അരിഞ്ഞതാ. ഉള്ളി അരിഞ്ഞതും നാരങ്ങ. പിന്നെ ഇതൊക്കെ ഇനി എന്താണെന്നൊന്ന് പൊട്ടിച്ച് നോക്കിയാലേ കറക്റ്റ് അറിയത്തുള്ളൂ. ഇത് കൈ പിടിച്ചോണ്ട് പൊട്ടിക്കാൻ പാടാം. നമ്മളപ്പോൾ കഴിച്ചു കഴിഞ്ഞു.
നമ്മള് പോകുക. എങ്ങോട്ടാ? മിസ്സല് കൊള്ളായിരുന്നു കേട്ടോ. അതിൻ്റെ അകത്ത് മറ്റേ ആ ഗ്രേവി പോലുള്ള സംഭവം, പിന്നെ മിക്സർ പോലത്തെ അത് എന്തൊക്കെയാണെന്ന് നമുക്കറിയത്തില്ല കേട്ടോ. ഇന്നലെ നമുക്ക് കിട്ടിയപ്പോൾ അതുപോലായിരുന്നു കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ അത് കഴിച്ച് 2 എണ്ണം മേടിച്ചായിരുന്നു. പക്ഷെ നമ്മൾ ഒരെണ്ണേ കഴിച്ചുള്ളൂ. ഒരെണ്ണം പിന്നെ എടുക്കാമെന്ന് വെച്ചു. ഇപ്പം നമ്മൾ പോകാൻ പോകുന്നത് മറ്റേ മാപ്രോ. ഞാൻ നോക്കട്ടെ ഒരു മിനിറ്റ്. നമ്മളിപ്പം ലോണാവല്ല മാപ്രോ ഗാർഡനിലേക്ക് പോകുന്നതിന് മുന്നേ അപ്പം നമ്മൾ ഇതുപോലെ ഒരു ചെറിയൊരു കട കണ്ട്. ചൂലും കൊട്ട, ഊഞ്ഞാൽ ഇതൊക്കെയുള്ളു. അപ്പോൾ ജസ്റ്റ് ഒന്ന് റേറ്റ് ചോദിക്കാമെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഇറങ്ങിയതാണ്. അപ്പോൾ റേറ്റൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. നമ്മളപ്പം ചൂലിൻ്റെ വില ചോദിച്ചപ്പം 2 ചൂലിനല്ലേ 250, 2 ചൂലിന് 250. പിന്നെ നമുക്ക് ഒരു ചൂല് 70 രൂപയൊക്കെ പോണ്ടിച്ചേരി നമ്മൾ വാങ്ങിയത്. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് വില ചോദിക്കാന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയതാണ്. പക്ഷെ മറ്റേ ആ സംഭവമൊക്കെ ഉണ്ട്, എന്താ പറയുക, നമ്മുടെ അവിടെ വീട്ടിൽ ഇതുപോലത്തെ ഊഞ്ഞാല് അതൊക്കെ ഉണ്ട്. പക്ഷെ ഭയങ്കര വിലയായിരിക്കും. ചിലപ്പോ നിന്ന് പേശണമായിരിക്കുമോ നമ്മളെ പേശി. ഇതായിട്ടോ മാപ്രോ ഫുഡ് കോർട്ട് അല്ലേ? ഇല്ല, ഇത് മാപ്രോ ഗാർഡൻസ് ആണ് നമ്മൾ പോകുന്നത്. അവരുടെ തന്നെ ആയിരിക്കും, എനിക്ക് അറിയത്തില്ല. ഉടുപ്പി ടു മുംബൈ വേറെ ഇത് കുറെ ആണ്. പിസ്സ അല്ല, ഇത് കുറെ ഉണ്ട്, കുറെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ടെന്ന് തോന്നുന്നു. മാപ്രോ ഗാർഡൻസ് കുറച്ചുകൂടെ അപ്പുറത്തൂന്ന് അകത്തോട്ടാ. പക്ഷെ എനിക്ക് തോന്നുന്നു വണ്ടി നമ്മൾ ഇവിടെ പാർക്ക് ചെയ്യണം. അതെ, മാപ്രോ ഗാർഡൻസ് ഫ്രീ പാർക്കിംഗ് അകത്തിടാൻ തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇന്ന് ഞായറാഴ്ച ആയോണ്ടാന്ന് തോന്നുന്നു ഇത്രയും തിരക്ക്. അകത്തോട്ട് നമുക്ക് പോകാൻ പറ്റുമോ നോക്കാം. ഇവിടെ എന്ത് തിരക്കല്ലേ, ഇന്ന് ഞായറോട് ആയോണ്ടായിരിക്കും ഇത്രയും തിരക്ക്. നല്ല തിരക്കുണ്ട്. പാർക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് ഫുൾ ആയിരിക്കുക. ഇവിടെ സ്ട്രോബെറിയുടെ ഗാർഡൻ എന്തോ പരിപാടി ഞാൻ അങ്ങനെ കണ്ടത് കേട്ടോ. ഞാൻ കുറച്ച് നാൾ മുന്നേ ഇതിനെ പ്ലാൻ ചെയ്തോണ്ടിരുന്നപ്പോൾ നമ്മൾ നോക്കിയ സ്ഥലങ്ങളായിരുന്നു ഇതൊക്കെ. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ചെറിയ ഓർമ്മയുള്ളൂ. നമുക്ക് അകത്ത് പോയി നോക്കാം എന്തൊക്കെയാ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. നമ്മളപ്പം കാറിൽ നിന്ന് ഇറങ്ങി അകത്തേക്ക് നടത്തിയോടെ നല്ല തിരക്കായതുകൊണ്ട് ഇത് കിട്ടുന്ന ഫുഡിൻ്റെ ഒക്കെ സ്ഥലത്തൊക്കെ അത്യാവശ്യം നല്ല തിരക്കാണ്. കണ്ടു, ഇതിൻ്റെ അകത്ത് ഷോപ്പിംഗ് ചെയ്യുന്നതാണ്. അയ്യോ, ഭയങ്കര സൗണ്ടും ബഹളവും. ഇവിടെ ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ തരും. അപ്പം നമുക്കിവിടെ വന്നിട്ട് ഈ പ്രോഡക്ട്സിൻ്റെ ഒക്കെ ടേസ്റ്റ് നോക്കാം. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മേടിച്ചാൽ മതി. ഈ മൊജിറ്റോ, ഗ്രീൻ ആപ്പിൾ ഇതൊക്കെയാണ് കേട്ടോ അവിടെ ടേസ്റ്റ് ചെയ്യാൻ നമുക്ക് തരുന്നത്. അപ്പോൾ ഞങ്ങളിതൊക്കെ കുടിച്ച് നോക്കി. ഈ ലെമൺ കൊള്ളായിരുന്നു. പിന്നെ നമുക്ക് തന്നത് ഇതായിരുന്നു, ഇത് കൊള്ളില്ലായിരുന്നു. ഇവിടെ നല്ല തിരക്ക് കേട്ടോ, ഭയങ്കര ആളാണ് ഇവിടെ. ഞങ്ങളപ്പോൾ കുറച്ച് ടേസ്റ്റ് ചെയ്ത് അതൊക്കെ നോക്കി. ഇനി വേറെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ പിന്നെ പലേറോ റെയിൻ എന്നും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് 198 രൂപ. അപ്പം മുട്ടായി ഇങ്ങനെ മഴ പോലെ വേണ്ട ഇതിൽ വീണോണ്ടിരിക്കും. അപ്പോൾ അടിയിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കളക്ട് ചെയ്യാം. എന്നിട്ട് അത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ തോന്നും. പിന്നെ ഇവിടുത്തെ ഇത്തരത്തിൽ മഴ പോലെ ഇങ്ങനെ സ്പ്രിങ്കിൾസ് വെച്ചിട്ടുണ്ട്, വാട്ടർ. അത് നല്ല രസമാണ്. ഇത് കണ്ടോ, ഇവിടെ ഒരു വാട്ടർഫോൾ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വാട്ടർഫോൾ എന്ന് വെച്ചാൽ മുകളിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റ് വെള്ളം ഒഴുകി വരുന്നത്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഇതുപോലെ വെള്ളം ഇങ്ങനെ ഒഴുകി അങ്ങോട്ട് പോകുന്ന പോലെ. പിള്ളേരൊക്കെ ഇവിടെ ഒത്തിരി ഉണ്ട് കേട്ടോ. ഇതിനകത്ത് കുഞ്ഞു കുഞ്ഞു ഗപ്പി മീനുകളുണ്ട്. ഇവിടെ കണ്ടോ, ഇതിൻ്റെ അകത്ത് നിറച്ച് മീനുകളാണ് കേട്ടോ. ഇത് വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ ഉള്ള ഒരു പോണ്ട് പോലെ, അതിൻ്റെ അകത്ത് നിറച്ച് മീനുകളാണ് ഇങ്ങനെ.
കണ്ടോ, ഇത് ഇവിടെ ഒരു കഫേ പോലെയാണ് കേട്ടോ. ഇവിടെ മെനു ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആൾക്കാരിങ്ങനെ നോക്കിയിട്ട് അവിടെ ഓർഡർ ചെയ്യാം. പിന്നെ ഇവിടെ നമുക്ക് ഓർഡർ ചെയ്യാം ഓരോ സാധനങ്ങൾ വിലയൊക്കെ നോക്കിയിട്ട്. സ്ട്രോബെറി ക്രീം ഐസ്, ബ്രൗണി, ചോക്ലേറ്റ് ക്രീം വിത്ത് ഐസ്ക്രീം. അപ്പം നമ്മൾ ഇവിടുന്ന് ഇറങ്ങി കേട്ടോ. ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല. നമ്മുടെ കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങാൻ പറ്റും നമുക്കിതുപോലെ. സ്ട്രോബെറിയുടെ ജ്യൂസ് അങ്ങനത്തെയൊക്കെ. പിന്നെ ഫുഡൊക്കെ കഴിക്കാനുള്ള സ്ഥലമുണ്ട്. അങ്ങനെ കുറേ അതായത് കുറേ വന്നിരുന്ന് കഴിച്ചിട്ടൊക്കെ പോകുന്നവരൊക്കെ ഉണ്ട്. ഒരു എൻ്റർടൈൻമെൻറ്റ്. അതിൻ്റെ അകത്ത് കുറേ സർക്കസ് പോലത്തെ സംഭവമുണ്ട്. അങ്ങനെയൊക്കെ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കുറേ കളികൾ അതൊക്കെ ഉണ്ട്. പിന്നെ കോക്ടെയിൽസും കാര്യങ്ങളും ഒക്കെ വാങ്ങിക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ചിലതിനൊക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ ചോക്ലേറ്റ്സ് അങ്ങനത്തെ കുറെ ജെല്ലീസ് പോലത്തെ ചോക്ലേറ്റ്സ് അങ്ങനെ കുറെ സാധനം ഉണ്ട്. അത് പേരക്കയുടേത്, സ്ട്രോബെറിയുടെ അങ്ങനെയൊക്കെ പല പല സാധനങ്ങൾ. അതൊക്കെ നമ്മൾക്ക് സാമ്പിള് പോലെ ടേസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പം നമ്മളത് ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കി കുറച്ചൊക്കെ. അപ്പം പക്ഷെ നമ്മൾ മേടിച്ചൊന്നുമില്ല. കാരണം നമ്മളിപ്പം നേരെ വീട്ടിലോട്ടൊന്നും അല്ലല്ലോ പോകുന്നത്. അതുകൊണ്ട് നമ്മളൊന്നും വാങ്ങിയൊന്നുമില്ല. നമ്മൾ പൊക്കൊണ്ടിരിക്കുക. ഭയങ്കര തിരക്കാട്ടോ റോഡിൽ. ആൾക്കാരാണെങ്കിൽ ഒന്നും നോക്കാതെ ക്രോസ് ചെയ്യുന്ന ഓട്ടോക്കാരും എല്ലാം ഫുള്ള് തിരക്ക് പിടിച്ച വഴി. ഇവിടെ എന്തൊക്കെയോ പണിയൊക്കെ നടക്കുന്നുണ്ട്. സൈഡിൽ എന്തോ ഒരു കവാടം പോലെയൊക്കെ മറച്ചു വെച്ചിരിക്കുക. എന്താന്ന് കാണാൻ പറ്റത്തില്ല. ഇതിന്റെ അകത്തൊക്കെ എന്തോ സ്റ്റാച്ചു ഉണ്ട്. അതിന്റെ എന്തോ പണിയൊക്കെ ആണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെയും ഒരു ഇവിടെ എന്തോ ഇവിടുത്തെ ബോർഡൊന്നും വെച്ചിട്ടില്ല. ലോണാവല നഗർ പരിഷത്ത് എന്താന്നറിയില്ല. എല്ലാം ഹിന്ദിയിലാണ് എഴുതിയേക്കുന്നല്ലേ? ഇംഗ്ലീഷിലെ ഈ റെസ്റ്റോറന്റ് ഒക്കെ ചിലതൊക്കെ ഇങ്ങനെ ഇംഗ്ലീഷിലൊക്കെ എഴുതിയിട്ടുണ്ട്. അല്ലാതെ എല്ലാം ഹിന്ദിയാ. ഹിന്ദി ഫുള്ള് ഹിന്ദി. അതായത് നമ്മളിപ്പോ തമിഴ്നാട്ടിലും ഇവർ ഇതുപോലെ എല്ലാം തമിഴിലല്ലേ എഴുതുന്നത്. ഇവിടെയും അതുപോലെ ഇവിടെയും ഹിന്ദിയിലൊക്കെയല്ലേ എഴുതിയിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലാണെങ്കിൽ പോലീസ് സ്റ്റേഷനൊക്കെ പക്ഷേ ഇംഗ്ലീഷിലാണ് എഴുതുന്നത്. നമ്മള് മലയാളം പിന്നെ ഇംഗ്ലീഷിലും നമ്മളെല്ലാം എഴുതും. പക്ഷെ ഇവിടെ ഒന്നും അങ്ങനെ അവരൊന്നും എഴുതുന്നില്ല. ഹോസ്പിറ്റൽ എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷിൽ എഴുതുമെന്ന് തോന്നുന്നു. അല്ലാതെ ഈ ഇപ്പൊ നമ്മളിപ്പോ വന്ന വഴി ചില ബോർഡ് ഇപ്പം കടകളൊക്കെ ഓൾറെഡി ഹിന്ദിയിൽ എഴുതിയിരിക്കും. എന്നിട്ട് അതിന്റെ താഴെ നമ്മൾ സ്ഥലമൊക്കെ നോക്കാനാണെങ്കിലും ചിലപ്പോ ചിലതില് സ്ഥലം എഴുതിയിട്ടുണ്ടാവില്ല. മിക്കതും സ്ഥലം എഴുതിയിട്ടുണ്ടാവത്തില്ല. ഇതുപോലെ ഈ ഇങ്ങനത്തെ നമ്മള് കാറിൽ നിന്ന് ഇങ്ങനെ പാസ് ചെയ്യുന്ന വഴിയൊന്നും സ്ഥലം നോക്കുമ്പോ കാണത്തില്ല. ഇപ്പൊ ഈ മെയിൻ സ്ഥലമൊക്കെ ലോണാവല, പൂനെ അതൊക്കെ ഇങ്ങനെ ഇംഗ്ലീഷിലൊക്കെ എഴുതിയിട്ടുണ്ടാവും. എനിക്കത് മൺസൂൺ സമയമായിരുന്നെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയാലും. കാരണം കുറെ വീഡിയോസ് ഞാനിങ്ങനെ കണ്ടായിരുന്നു ലോണാവല മൺസൂൺ ടൈമില്. എന്നിട്ട് ഇങ്ങനെ കോട പോലൊക്കെ ആയിട്ട് വേറെ ഭയങ്കര രസമായിരുന്നു.